മാലിന്യമുക്തം നവകേരളം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആരോഗ്യപൂർണമായ നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികാരികളും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ വീടുകളും സ്ഥാപനങ്ങളും കടകളും അവയുടെ പരിസരങ്ങളും തെരുവും പൊതുസ്ഥലങ്ങളും ജലാശയവും തോടുകളും മാലിന്യമുക്തമായി മാറ്റുന്നതിന് നമുക്ക് കൈകോർക്കാം. ഇത്തരം സ്ഥലങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ 5000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴയും 6 മാസത്തിൽ കുറയാത്ത തടവും ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് വകുപ്പ് 219 വ്യവസ്ഥ പ്രകാരം പൊതുസ്ഥലങ്ങളിലേക്കോ സ്വകാര്യ സ്ഥലങ്ങളിലേക്കോ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ വരെ സ്പോട്ട് ഫൈനായി ഈടാക്കുന്നതാണ്. വകുപ്പ് 219 പ്രകാരം കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിന് 5000 രൂപ വരെ പിഴ ഈടാക്കുന്നതാണ്. മാലിന്യം യഥാവിധി വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തതിന് വകുപ്പ് 219 AC, വകുപ്പ് 219B എന്നിവ പ്രകാരം 1000 രൂപയിൽ കുറയാതെയും 10,000 രൂപയിൽ കവിയാത്തതുമായ പിഴ ചുമത്തുന്നതാണ്. ഹരിതകർമ്മസേനയോട് സഹകരിക്കാതെ ഇരിക്കുക, ഹരിതമിത്രം ആപ്പിന്റെ ഭാഗമായ QR കോഡ് പതിക്കാൻ അനുവദിക്കാതെ ഇരിക്കുക, QR കോഡ് നശിപ്പിക്കുക, ഹരിതകർമ്മസേനയോട് മോശമായി പെരുമാറുക തുടങ്ങിയ കുറ്റത്തിന് പ്ലാസ്റ്റിക് പരിപാലന ചട്ടം അനുസരിച്ച് 10,000 രൂപയിൽ കുറയാത്ത പിഴ ചുമത്തുന്നതാണ്. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം വകുപ്പ് 219 AD പ്രകാരം യൂസർ ഫീയുടെ 50% പിഴ ചുമത്തുന്നതാണ്. കൂടാതെ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സേവനങ്ങളും നിഷേധിക്കുന്നതാണ്. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയത്തിലേക്കോ ഒഴുക്കിവിടുന്നത് വകുപ്പ് 219 പ്രകാരം 5000 രൂപയിൽ കുറയാതെയും 50,000 രൂപയിൽ കവിയാത്തതുമായ പിഴ ചുമത്തുന്നതാണ്. വ്യാപാര കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, അറവുശാലകൾ, കോഴി മത്സ്യ സ്റ്റോളുകൾ എന്നിവിടങ്ങളിലെ മാലിന്യം യഥാവിധി കൈകാര്യം ചെയ്യാത്ത പക്ഷം വകുപ്പ് 219 VA, B, C, D പ്രകാരം 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കുറയാത്തതും 50,000 രൂപ വരെ പിഴയും രണ്ടും കൂടിയും ചേർത്തു ശിക്ഷിക്കുന്നതാണ്. വകുപ്പ് 219H പ്രകാരം താമസ സ്ഥലം അല്ലാത്ത പരിസരങ്ങളിൽ അടിഞ്ഞുകൂടിയ ചവറും ഖരമാലിന്യങ്ങളും നീക്കം ചെയ്യാത്തവർക്കെതിരെ 10,000 രൂപ വരെ പിഴ ചുമത്തുന്നതാണ്. വകുപ്പ് 219S പ്രകാരം മാലിന്യമോ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിലും ജലസ്രോതസ്സുകളിലും നിക്ഷേപിക്കുന്നവരെ 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കുറയാത്തതും 50,000 രൂപ വരെ പിഴയും രണ്ടും കൂടിയോ ചേർത്തു ശിക്ഷിക്കുന്നതാണ്. വകുപ്പ് 219U പ്രകാരം ചവറോ മാലിന്യമോ വിസർജ്യമോ ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിനായുള്ള ഉദ്ദേശത്തോടെ പൊതുനിരത്തിലൂടെ കൊണ്ടുപോകുന്ന വാഹനം പിടിച്ചെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് കൂടാതെ പ്രവർത്തിക്കുന്ന കടകളും വാണിജ്യ സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും ഫാക്ടറികളും അടിയന്തരമായി ഈ തുക പഞ്ചായത്ത് ഓഫീസിൽ ഒടുക്കി നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. അല്ലാത്തപക്ഷം ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനാനുമതി നിഷേധിക്കുന്നതും ഈ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി ആരംഭിക്കുന്നതുമാണ്. കൂടാതെ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ ഒടുക്കുവാനുള്ളവർ അടിയന്തരമായി ഈ തുക പഞ്ചായത്ത് ഓഫീസിൽ ഒടുക്കി നിയമ നടപടിയിൽ നിന്ന് ഒഴിവാകേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു. മാലിന്യമുക്തം